വേനാടിന്റെ രാജാവ് ഉണ്ണിക്കേരളവർമ്മ ചോദിച്ചു. അവർ ശക്തരാണ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇരവിക്കുട്ടിപ്പിള്ള മുന്നോട്ട് വന്നു. ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട്, ഇത് ഞാൻ നോക്കിക്കോളാം, ആശങ്ക വേണ്ട. കുതിരസേന ഒരുങ്ങി. അവൻ കുതിരപ്പുറത്ത് കയറി നേരെ പാണ്ഡ്യസേനയിലേക്ക് പാഞ്ഞു. ഒപ്പം കാളിയനും. വേനാടിന്റെ യോദ്ധാക്കൾ സത്യമായ വീരന്മാർ 100 പേർ. ആ 1000 നേരിടാൻ ഇവർ തന്നെ മതി. പക്ഷേ യുദ്ധഭൂമിയിൽ തോൽവി വന്നത് ശത്രുവിനാലല്ല, സ്വന്തം ആളുകളാൽ. ഇരവിക്കുട്ടിപ്പിള്ളയുടെ അധികാരബലം തകർക്കാൻ കാത്തിരുന്ന നേതാക്കൾ തിരുമല നായിക്കിന് യുദ്ധരഹസ്യം ചോർത്തി. ഒരു നിമിഷം ഇരവിക്കുട്ടിപ്പിള്ള ബന്ധനത്തിൽ പാണ്ഡ്യസേനയുടെ നടുവിൽ. വാളുയർന്നു. ഒരു വീശൽ, തലയും ശരീരവും വേർപെട്ടു. അവന്റെ തല തന്റെ വിജയസമാനമായി തിരുമല നായിക്ക് ഏറ്റെടുത്തു. വേനാടെങ്ങും നിശബ്ദം. ആ നിശബ്ദം കീറിമുറിച്ചത് ഒരാളുടെ ഗർജനം. കാളിയന്റെ കണ്ണുകളിൽ തീ. അവന്റെ ഉള്ളിലെ രക്തം പ്രതികാരത്തിനായി വിതുമ്പി. അവൻ കുതിരപ്പുറത്ത് കയറി ഒരു പ്രതിജ്ഞയെടുത്തു. എന്റെ ഗുരുവിന്റെ തല ഞാൻ തിരിച്ചു കൊണ്ടുവരും, അതുവരെ ഞാൻ വേനാടിൽ കാൽ വയ്ക്കില്ല. പിന്നീട് മുറിവേറ്റ പുലിയെ പോലെ അവൻ മധുരയിലേക്ക് പാഞ്ഞു. അടുത്ത ഭാഗത്ത് തിരുമല നായിക്കിന്റെ കോട്ടവാതിൽക്കൽ കാളിയന്റെ സംഹാരതാണ്ഡവം. പിന്നീട് സംഭവിച്ചതാണ് ചരിത്രം മാറ്റിയത്. ചരിത്രം ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യൂ. അടുത്ത ഭാഗം കാണാൻ ഫോളോ ചെയ്യുവാൻ മറക്കരുത്.